വരണ്ട് ഉണങ്ങിയ സ്വപ്നങ്ങൾ, അസാധ്യം എന്ന് മാത്രം പറയാവുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയുള്ളതിനെ അവസരങ്ങളാക്കി, അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ എങ്ങനെ സാധിക്കും? എന്നെക്കൊണ്ടാവില്ല, ഞാൻ പിന്മാറുന്നു എന്ന് പറഞ്ഞ് തളർന്നു പോകാതെ മുൻപോട്ട് പോകുവാനുള്ള ശക്തി ആർജിക്കുവാൻ മാർഗം ഒന്നു മാത്രമാണ്. അത് തിരിച്ചറിയണം. എന്നിട്ട് ജീവിതം അനുഗ്രഹമാക്കണം. ജീവസന്ദേശത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ജഡസംബന്ധമായി പുകഴുവാൻ അനവധി കാര്യങ്ങളുള്ളവരായിരുന്നു ഇസ്രയേല്യർ. എന്നാൽ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. ദൈവരാജ്യപ്രവേശനം സാധ്യമാകണമെങ്കിൽ നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ക്രിസ്തു പറഞ്ഞത് അവരുടെ ഉപദേഷ്ടാവായിരുന്ന നിക്കോദെമസിന് പോലും പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം നൽകിയ വാഗ്ദത്തമായ പുതിയ ഹൃദയവും പുതിയ ആത്മാവിനെയും കുറിച്ചായിരുന്നു കർത്താവ് പറഞ്ഞത്. ആ വാഗ്ദത്തമാകുന്നു ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. എസ്കേൽ പ്രവചനം 36 37 അധ്യായങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. യെഹെസ്കേൽ പ്രവചനം 35 36 അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ യഥാസ്ഥാനത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. അവർ ആ ദേശത്ത് സമാധാനത്തോടെ യഥാസ്ഥാനത്താകുന്നതിന് മുമ്പായി 2 കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഏദോം ന്യായം വിധിക്കപ്പെടണം. കഴിഞ്ഞ കാല പാപങ്ങൾ മൂലം ഇസ്രായേൽ വിധിക്കപ്പെടുകയും അവരുടെ ആ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും വേണം. ഇവിടെ ഏദോമിനെക്കുറിച്ച് പ്രവചിച്ചിരുന്ന ന്യായവിധി നടന്നു കഴിഞ്ഞു. 36 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ സ്വന്തം ദേശത്ത് യഥാസ്ഥാനപ്പെടുന്നതിന് മുൻപേ അവരുടെ പാപങ്ങൾ ന്യായം വിധിക്കപ്പെടുന്നതിനെയും ആ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിനെയും കുറിച്ചാണ് നാം കാണുന്നത്. ഞാൻ 36 അധ്യായത്തിൻ്റെ 5 വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏദോമിനോടും ഞാൻ നിശ്ചയമായി എൻ്റെ തീഷ്ണതാഗ്നിയോടെ സംസാരിക്കും. അവർ എൻ്റെ ദേശത്തെ കവർച്ചയ്ക്കായി തള്ളിക്കളവാൻ തക്കവണ്ണം അതിനെ പൂർണ്ണ ഹൃദയ സന്തോഷത്തോടും നിന്ദാഭാവത്തോടും കൂടെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ. ഇസ്രായേൽ ദേശം യഥാസ്ഥാനപ്പെടേണ്ടതുണ്ട് എന്ന സത്യം വിളിച്ചറിയിക്കുന്ന പ്രവചനമാണിത്. 36 അധ്യായത്തിലേത് നാം കാണുന്നത് മുഴുവൻ അതാണ്. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് അവിടെ ഇന്ന് പോകുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ഇപ്പോൾ അല്പമായി ഉണ്ടായിട്ടുള്ള അഭിവൃദ്ധി അല്ല, യഥാർത്ഥ ദൈവാനുഗ്രഹം അവരുടെ മേൽ വരുമ്പോൾ ഉണ്ടാകുവാൻ പോകുന്നത് വളരെ വലിയ അഭിവൃദ്ധിയായിരിക്കും. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്: അതുകൊണ്ട് നീ ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് പ്രവചിച്ച് മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജാതികളുടെ നിന്നെ വഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ തീഷ്ണതയോടും എൻ്റെ ക്രോധത്തോടും കൂടെ സംസാരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കും എന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട്, വേഗം വരുവാനിരിക്കൊണ്ട്, വേഗം എന്ന് നാം പറയുന്നതും ദൈവം വേഗം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം പോലെയാകും. അപ്പോൾ അവൻ്റെ വേഗം നമുക്ക് ഊഹിക്കാമല്ലോ. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ദേശത്ത് പാർത്തിരുന്നപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും മലിനമാക്കി. എൻ്റെ മുമ്പാകെ അവരുടെ നടപ്പ് ഋതുവായൊരു സ്ത്രീയുടെ മാലിന്യം പോലെ ആയിരുന്നു. അവർ ദേശത്ത് ചൊരിഞ്ഞ രക്തം നിമിത്തവും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ
കൊണ്ട് മലിനമാക്കിയത് നിമിത്തവും ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു. ദേശവും ജനവും എപ്പോഴും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. മോശ ന്യായപ്രമാണം നൽകിയത് ജനത്തിനു മാത്രമല്ല, പിന്നെയോ ദേശത്തിനും കൂടിയാകുന്നു എന്ന് നാം കാണുന്നു. 19 വാക്യം നോക്കിക്കാട്ടെ. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു, അവർ ദേശങ്ങളിൽ ചിതറിപ്പോയി. അവരുടെ നടപ്പിനും പ്രവൃത്തികൾക്കും തക്കവണ്ണം ഞാൻ അവരെ ന്യായം വിധിച്ചു. ദൈവം പറയുന്നു, ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു. എന്നാൽ 21 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 21 മുതൽ 23 വരെ. തൻ്റെ നാമം ഇന്നും ഭൂമിയിൽ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് ദൈവം പറയുന്നു. ഇന്ന് ക്രിസ്തീയ സഭയെയും അതിലെ ജനങ്ങളെയും അവഹേളിക്കുന്ന അനേകരുണ്ട്. അവർ അതിനാൽ ദൈവദൂഷണം പറയുന്നു. ദൈവം ഈ ഭൂമിയിൽ തന്നെ ന്യായീകരിക്കുവാൻ പോകുന്നു. ദൈവത്തെ ന്യായീകരിക്കാൻ പോകുന്നു. അവൻ തൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കുന്നതാണ്. അനേകരും അവിടുത്തെ നാമം ഇന്നും വൃഥാ എടുക്കുന്നു. ദൈവം പറയുന്നു, ഞാനത് അവസാനിപ്പിക്കും, നിങ്ങൾ എന്നെ മാനിക്കും എന്ന്. 26 വാക്യത്തിൽ നാം കാണുന്നത് 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് ദൈവം പറയുന്നു. ഒരു മാറ്റം സംഭവിക്കുവാൻ പോകുന്നു. അവൻ ഒരു പുതിയ ഹൃദയവും നൽകുന്നതാണ്. അവർ വീണ്ടും ജനിക്കുവാൻ പോകുന്നു. 27 വാക്യത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഇതത്രേ യോവേൽ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ അർത്ഥമാക്കിയത്. ചിലരുടെ മേലല്ല, സകല ജഡത്തിന്മേലും തൻ്റെ ആത്മാവിനെ ദൈവം പകരുന്ന ദിവസം വരുന്നു. പുനരുത്ഥാനത്തിന് ശേഷമുള്ള പെന്തക്കോസ്ത് നാളിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ മേൽ മാത്രം പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു. ഇന്ന് തൻ്റെ നാമത്തിനായി ദൈവം ഒരു കൂട്ടം ജനത്തെ വിളിച്ചു വേർതിരിക്കുന്നു. അങ്ങനെയുള്ളവർ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുന്ന നിമിഷം പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെടുന്നു. 28ഉം 29ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. അവർ ദേശത്ത് വസിക്കും, അവിടെ സമൃദ്ധി ഉണ്ടാകും. ഭൗതിക അനുഗ്രഹങ്ങളാണ് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്തത്. നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പ്രഥമമായും ആത്മീയ അനുഗ്രഹങ്ങളാണ്. ഒരു വലിയ പ്രവചനം നൽകിക്കൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. 35 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് ആ ദേശത്തെക്കുറിച്ച് പറയുവാൻ കഴിയില്ല. എന്നാൽ യഹോവ സത്യദൈവം എന്ന് സകല മനുഷ്യരും അറിയുന്ന ഒരു ദിവസം വരുന്നു. യെഹെസ്കേൽ പ്രവചനം 37 അധ്യായത്തിൻ്റെ വ്യാഖ്യാനം ഇസ്രായേലിൻ്റെ ഭാവി യഥാസ്ഥാനത്തെക്കുറിച്ചാണ്. ഈ യഥാസ്ഥാനത്വം ഇസ്രായേലിൻ്റെ രാഷ്ട്രീയമായ അസ്തിത്വത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും യഥാസ്ഥാനത്വമായിരിക്കും എന്ന് ഇതിനു മുൻപുള്ള അധ്യായങ്ങളിൽ ദൈവം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ദർശനമാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മരിച്ചുപോയ പുതിയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള ഒരു ദർശനമല്ല. ഇത് വളരെ വ്യക്തമായി നാം അറിഞ്ഞിരിക്കണം. കാരണം ഈ വിധത്തിൽ വ്യാഖ്യാനിക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. പഴയ നിയമത്തിലെ പ്രവചന ഭാഗങ്ങളെ ആത്മീയവൽക്കരിച്ച് പലരും വ്യാഖ്യാനത്തിൽ വരുത്തുന്ന മഹാമണ്ടത്തരമാണത്. പ്രവചനത്തെ നാം അക്ഷരികമായിട്ടെടുക്കുമ്പോൾ അത് നമുക്ക് പൊരുൾ തിരിച്ചു തരും. ഇവിടെ നാം സംസാരിക്കുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തെ സംബന്ധിച്ചാണ്. 37 അധ്യായത്തിൽ പ്രത്യേകിച്ചും വ്യക്തികളുടെ ആത്മികമോ ഭൗതികമായ പുനരുത്ഥാനത്തെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. ഈ അധ്യായത്തിന് ഇസ്രായേലിൻ്റെ പുനരുത്ഥാനം എന്ന തലക്കെട്ട് കൊടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ ഇത് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഒരുപക്ഷെ അബ്രഹാം മുതലുള്ള മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. അങ്ങനെ ഒരു പരാമർശം ഇവിടെ ഇല്ല. ഇത് വ്യക്തമായും ഇസ്രായേൽ രാഷ്ട്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം ഇവിടെ വളരെ സജീവമായൊരു ദൃഷ്ടാന്തം യെഹെസ്കേലിന് നൽകുകയാണ്. മരണപ്പെട്ടവരുടെ അസ്ഥികളുടെ ആ താഴ്വരയിലേക്ക് ദൈവം പ്രവാചകനെ കൊണ്ടുപോവുകയാണ്.
നമുക്ക് അല്പസമയം അവിടെ നിന്ന് പോകാമല്ലേ? 37 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എസ്കേലിനെ ദൈവം ആത്മാവിൽ എടുത്തുകൊണ്ടുപോയതിനെക്കുറിച്ച് ഇതിനു മുൻപ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. 8 അധ്യായത്തിൽ നെബൂഖദ്നേസർ യെരൂശലേം നശിപ്പിക്കുന്നതിന് മുൻപ് ദൈവം യെഹെസ്കേലിനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. അതിന് ദൈവത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പിന്നെയും യെഹെസ്കേലിനെ ദൈവം അക്ഷരികമായി എടുത്തുകൊണ്ടുപോയി എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അവൻ പറയുന്നത് ശ്രദ്ധിക്കുക, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തിയെന്ന്. അവൻ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി ആ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ നിർത്തിയെന്നത്രേ. 2 വാക്യത്തിൽ, അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി, അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. യെഹെസ്കേൽ കണ്ട താഴ്വര മരിച്ചവരുടെ അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത് അവ ഏറ്റവും ഉണങ്ങിയും ചിതറപ്പെട്ടും കിടന്നിരുന്നു എന്നാണ്. 37 അധ്യായത്തിൻ്റെ 3 വാക്യം, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആ താഴ്വരയിൽ എല്ലായിടത്തും ചിതറിക്കിടന്ന അസ്ഥികൾ മനുഷ്യരുടേതായിരുന്നു. അത് കാണിച്ചുകൊണ്ട് യെഹെസ്കേലിനോടുള്ള ദൈവത്തിൻ്റെ ചോദ്യം, ഈ അസ്ഥികൾ ജീവിക്കുമോ? യെഹെസ്കേലിൻ്റെ മറുപടി എന്തായിരുന്നു? യഹോവയായ കർത്താവേ, നീ അറിയുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല ദൈവമേ, അതെൻ്റെ ചിന്തയ്ക്കൊക്കെ അപ്പുറത്താണ്. ഈ അസ്ഥികൾ ജീവിക്കുമോ ഇല്ലയോ എന്ന് നിനക്ക് മാത്രമേ പറയാൻ കഴിയൂ കർത്താവേ, എനിക്കറിയില്ല. 4 വാക്യത്തിൽ പറയുന്നത്, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നല്ലോ. യുക്തിക്ക് നിരക്കാത്ത ഏതോ ഫലിതം പോലെ. ഞാൻ ഇതിനു മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ദൈവത്തിനൊരു നർമ്മബോധമുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ നമുക്കും ചിരിക്കാനുള്ള കഴിവ്. ഇവിടെ ഇതാ അതിൻ്റെ മറ്റൊരു ചിത്രീകരണം. ഇവിടെ താങ്കൾക്കൊരു ഫലിതം കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് പോട്ടെ. പക്ഷേ ദൈവം ഇപ്പോൾ യെഹെസ്കേലിനോട് പറയുന്നതിനെ ഒന്ന് ഭാവന ചെയ്തു നോക്കൂ. നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ചവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. അപ്പോൾ യെഹെസ്കേൽ ഇങ്ങനെ പറഞ്ഞിരിക്കാം. ഞാൻ സങ്കല്പിക്കുകയാണ്, കർത്താവേ, ഈ അസ്ഥികളോട് സംസാരിക്കാൻ നീ എന്നോട് പറയുന്നു. വാസ്തവത്തിൽ ഇതിൻ്റെ പൊരുൾ നീ അറിയുന്നില്ലേ? യെഹെസ്കേൽ ആ താഴ്വരയിൽ നിറഞ്ഞു കിടന്ന ഉണങ്ങിയ അസ്ഥികളെ കാണുകയാണ്. അവൻ അവയോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കൂട്ടായ്മകളിലും രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഉൾപ്പെട്ട ഒരു കൂട്ടത്തോടായിരിക്കും പ്രസംഗിക്കുന്നവർ സംസാരിക്കുക. ഈ രക്ഷിക്കപ്പെട്ടവർക്ക് കേൾക്കാൻ കാതുകളുണ്ട്, പക്ഷേ അവർ കേൾക്കുന്നില്ല. രക്ഷിക്കപ്പെടാത്തവരാകട്ടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിലും അവർ ഇപ്പോഴും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഒരു പ്രസംഗകൻ നിസ്സഹായനാകുന്നു. പ്രവാചകനെ പോലെ നഷ്ടപ്പെട്ടവരുടെ ശരിയായ അവസ്ഥ അറിയുന്ന ഏതൊരു പ്രസംഗകനും അവരോട് സംസാരിക്കുന്നതിലുള്ള തൻ്റെ നിസ്സഹായത ബോധ്യമാകാതെ ഇരിക്കില്ല. പക്ഷേ ഒരു ദൈവദാസൻ അതിന് നിയോഗിക്കപ്പെട്ടവനാണ്. ഇവിടെയാണ് ദൈവകൃപയിലുള്ള ആശ്രയത്വത്തിൻ്റെ ശരിയായ ബോധ്യമുണ്ടാകേണ്ടത്. ദൈവകൃപയില്ലാതെ ഫലപ്രദമായ ശുശ്രൂഷ സാധ്യമല്ല. യെഹെസ്കേലിന് ആ അസ്ഥികളെ നോക്കി ദൈവത്തിന് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. 5ഉം 6ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരുവൻ ഞാൻ ആകുന്നു എന്ന് നീ അസ്ഥികളോട് പറയണം. ഇതാകുന്നു ഇന്നത്തെ നമ്മുടെ സ്ഥിതി. ദൈവം പ്രവർത്തിച്ചില്ല എങ്കിൽ ആർക്കും ആത്മീയ ജീവൻ ഉണ്ടാകില്ല. ചിലർ ഞങ്ങൾക്ക് കത്തുകളും എഴുതി ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങളുടെ പ്രസംഗം കേട്ടു,
അത് ഞങ്ങളെ രക്ഷിച്ചു, നിങ്ങളുടെ പ്രാർത്ഥനയാൽ ആ കാര്യം സാധിച്ചു എന്നൊക്കെ. പ്രിയമുള്ളവരെ, ഞാനോ ഞങ്ങളിൽ ആരെങ്കിലുമോ ആരെയും രക്ഷിച്ചില്ല. അങ്ങനെ രക്ഷിക്കാനൊട്ട് ഞങ്ങളെക്കൊണ്ട് കഴിയുകയുമില്ല. ഞാൻ കേവലം ഉണങ്ങിയ അസ്ഥികളോട് ദൈവത്തിൻ്റെ വചനം പറയുക മാത്രമാണ് ചെയ്യുന്നത്. അത്രമാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ജീവൻ നൽകിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ജീവൻ പ്രാപിക്കാൻ കഴിയുന്ന ഒരേ ഒരു വഴി അത് മാത്രമാണ്. ഈ വാക്യത്തിൻ്റെ പ്രായോഗികത അതാണ്. മാത്രമല്ല, ഇതിന് വളരെ ആശ്ചര്യകരമായ ഒരു വ്യാഖ്യാനം ഉണ്ടെന്നും നാം കാണാൻ പോവുകയാണ്. 7-ാം വാക്യം, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു എന്ന് യെഹെസ്കേൽ ഇവിടെ പറയുമ്പോൾ ഈ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുകയാണ്, അല്ലേ? 100% ദൈവത്തെ അനുസരിക്കുക. ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പ്രവാചകൻ ഇത് നോക്കി നിൽക്കുകയാണ്. വളരെ ആശ്ചര്യകരവും രസകരവുമായൊരു കാഴ്ചയായിരിക്കും അതല്ലേ? 8-ാം വാക്യത്തിൽ നമുക്ക് കാണാം, പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു ക്രമമുണ്ട് എന്ന് തോന്നുന്നില്ലേ? ഈ അസ്ഥികളുടെ ആദ്യത്തെ സ്ഥിതി എങ്ങനെയായിരുന്നു? അത് ചിതറപ്പെട്ട് കിടന്നു, ഉണങ്ങിയിരുന്നു, ജീവനില്ലാത്തതായിരുന്നു. പിന്നീട് സാവധാനം അവ ഒരുമിച്ച് വന്നു ചേർന്നു. അവരുടെ മേൽ ഞരമ്പും മാംസവും വന്നു. പിന്നെ അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞു. ഇങ്ങനെയാണ് ആ പ്രക്രിയ. ഇതൊരിക്കലും തൽക്ഷണം നടക്കുന്ന ഒരു പരിപാടിയല്ല. ഈ ദർശനത്തിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മുൻപുള്ളത് എന്താണ്? ഒരു കൂട്ടം ശരീരങ്ങൾ. യഥാർത്ഥത്തിൽ ശവങ്ങളല്ലേ അവ? ജീവനില്ലാത്ത ശവങ്ങൾ. അവ ഇപ്പോൾ അസ്ഥികളല്ല, മാംസം പൊതിഞ്ഞ ശരീരങ്ങളാണ്. അവ മനുഷ്യ ശരീരങ്ങളാണ്. പക്ഷെ അവയ്ക്കുള്ളിൽ ജീവനില്ല. 9-ഉം 10-ഉം വാക്യങ്ങളിൽ, അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. യെഹെസ്കേൽ സംസാരിച്ചു. ആ ശരീരങ്ങളിൽ ജീവൻ വന്നു. സൃഷ്ടിപ്പിൽ മനുഷ്യൻ്റെ ആരംഭത്തിങ്കൽ എന്ന പോലെ ഭൂമിയിലെ മണ്ണിൽ നിന്നും ദൈവം മനുഷ്യനെ എടുത്തു. യെഹെസ്കേൽ ഇവിടെ വാസ്തവത്തിൽ അസ്ഥികൾ അതിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ ദൈവം അങ്ങനെ ആയിരുന്നില്ല. താൻ ഭൂമിയിലെ മണ്ണിൽ നിന്നും ആരംഭിച്ചു. അതിനുശേഷം തൻ്റെ മൂക്കിലെ ശ്വാസത്താൽ മനുഷ്യന് ദൈവം ജീവൻ നൽകി. ഇവിടെ ഈ അസ്ഥികൾക്ക് മാറ്റം സംഭവിച്ചത് 3 പ്രത്യേക ഘട്ടങ്ങളിലായിരുന്നു. ഒന്ന്, ആദ്യഘട്ടത്തിൽ ആ അസ്ഥികൾ ചിതറപ്പെട്ടും ഉണങ്ങിയും ജീവനില്ലാത്തതുമായി കിടന്നു. 2-ാമത്തെ ഘട്ടത്തിൽ അവ ഒരുമിച്ച് ചേർന്നു. അവയിൽ ഞരമ്പും മാംസവും ത്വക്കും വന്നു. പക്ഷേ അവ ജീവനില്ലാത്ത ശരീരങ്ങളായി തുടർന്നു. 3-ാമത്തെ ഘട്ടത്തിൽ അവ ജീവനുള്ള വ്യക്തികളായി തീർന്നു. ഇസ്രായേൽ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഈ 3 ഘട്ടങ്ങൾ യഥാർത്ഥത്തിൽ ഒരു താക്കോലായി നമുക്ക് കാണാൻ കഴിയും. അടുത്ത വാക്യം ഈ ദർശനത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുകയാണ്. 11-ാം വാക്യം, പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഇവിടെ നാം സംസാരിക്കുന്നത് സഭയെക്കുറിച്ചല്ല, പുതിയ നിയമസഭയെക്കുറിച്ചല്ല, ഇസ്രായേൽ ഗൃഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നത്ര ഇസ്രായേൽ പറയുന്നത്. അടിമത്തത്തിലായിരിക്കുന്ന ഈ ജനത പ്രത്യാശയുടെ ഒരറ്റത്ത് നിന്നും അങ്ങേയറ്റത്തേക്ക് പോയിരിക്കുന്നു. യെരുശലേം നിലനിന്നിടത്തോളം സമയം അത്രയും ഈ കള്ളപ്രവാചകർ അവർ മടങ്ങി വരുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അവർ അങ്ങനെ തെറ്റായ ഒരു പ്രതീക്ഷ നിലനിർത്തിയിരുന്നു. ഇപ്പോൾ യെരുശലേം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
മനഃശാസ്ത്രജ്ഞന്മാർ ഒരുപക്ഷെ അവർക്കിപ്പോൾ മനം മാറ്റം സംഭവിച്ചു, മാനസിക വിഭ്രാന്തി ഉളവാക്കുന്ന, മാന്യത ഉണ്ടാക്കുന്ന ഏതോ മാനസിക അസ്വാസ്ഥ്യം സംഭവിച്ചിരിക്കുന്നു എന്നായിരിക്കും പറയുക. അവരിപ്പോൾ തീരെ മോശമായ അവസ്ഥയിലായിരിക്കുന്നു. ഒരിക്കൽ അവർ വളരെ ഉന്നതിയിലായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർ അടിയേറ്റ് വളരെ ആഴത്തിലേക്ക് വീണിരിക്കുന്നു. അവർ പറയുകയാണ്, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന്. ഈ ദർശനം നൽകിയത് അവർക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്ന് അവർ അറിയേണ്ടതിനാകുന്നു. ഇത് മുഴുവൻ ഇസ്രായേൽ ഗ്രഹത്തിന് വേണ്ടിയുള്ളതത്രേ. അടുത്ത വാക്യത്തിൽ, അതായത് 12-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട് താനും. 12-ാം വാക്യം, അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഈ വാക്യം വായിച്ചതിന് ശേഷം ചിലർ ഇങ്ങനെ പറഞ്ഞേക്കാം, ഒരു നിമിഷം നിൽക്കൂ, നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു ഇതുവരെ? ഈ ദർശനം ശാരീരിക ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചുള്ളതല്ലായിരുന്നു എന്നല്ലേ? ഇവിടെ ഇതാ വ്യക്തമായി പറയുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ഞാനിപ്പോഴും അതിൽ നിർബന്ധം പിടിക്കുകയാണ്. ഇത് മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചല്ല. 21-ാം വാക്യം നോക്കിക്കാട്ടെ. പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. 12-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതത്രേ. 21-ാം വാക്യത്തിൽ കാണുന്നത്, ഇസ്രായേൽ ലോകത്തിലെ രാഷ്ട്രങ്ങളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന്. എന്നാൽ അവർ ശേഖരിക്കപ്പെട്ട് മടങ്ങി വന്ന് പിന്നെയും ഒരു രാഷ്ട്രമായി തീരേണ്ടിയിരിക്കുന്നു. യെഹെസ്കേൽ കണ്ട ആ അസ്ഥികളുടെ മാറ്റത്തിൻ്റെ 3 ഘട്ടങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ ചിലതും കൂടി പറയേണ്ടത് അത്യാവശ്യമാകുന്നു എന്ന് തോന്നുന്നു. ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള താക്കോലാണ് ഇതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, എവിടെയെങ്കിലും ഒരു പ്രവചനം പൂർത്തിയായതായി നാം കാണുന്നുവെങ്കിൽ അത് ഈ 3 ഘട്ടങ്ങളിലൂടെ ആകുന്നു എന്നത്രേ. ഇസ്രായേൽ ലോകരാഷ്ട്രങ്ങളിൽ ചിതറപ്പെട്ടിരുന്നു, അഥവാ കുഴിച്ചിടപ്പെട്ടിരുന്നു. ദൈവത്തെ സംബന്ധിച്ച് അത് മരിച്ചിരുന്നു. ദൈവിക കാര്യങ്ങളെ സംബന്ധിച്ച് അത് മരിച്ചിരുന്നു, ജീവനില്ലാത്തതായിരുന്നു. ഇതാകുന്നു നാം കണ്ട അസ്ഥികളുടെ 1-ാമത്തെ ഘട്ടം. എന്നാൽ 1948 ശേഷം ഒരു ജാതി എന്ന നിലയിൽ സ്വന്തം ദേശത്ത് അവർ മടങ്ങി എത്തിയിട്ടുണ്ട്. അത് ചരിത്ര സംഭവം. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് അവർ അവിടെ മൃതശരീരം പോലെയാണ്. ആത്മീകമായി നോക്കുമ്പോൾ ദൈവം അങ്ങനെയാണ് അവയെ കാണുന്നത്. അതെ, അവർക്കിന്ന് പതാകയുണ്ട്, ഇന്നൊരു ഭരണ സംവിധാനമുണ്ട്, ഒരു പ്രധാനമന്ത്രിയുണ്ട്, അവർക്കൊരു പാർലമെൻറ്റുണ്ട്, അവർക്കൊരു സൈന്യമുണ്ട്, അവർക്കൊരു രാഷ്ട്രമുണ്ട്. എന്തിനധികം അവർ യെരുശലേം പോലും സ്വന്തമാക്കിയിട്ടുണ്ട്. അവർക്കെല്ലാം ഉണ്ട്, ആത്മീയ ജീവനില്ല. ഇത് വളരെ ആർദ്രതയോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എത്രത്തോളം അവരെക്കുറിച്ച് എനിക്ക് പരിഗണനയുണ്ടോ അത്രത്തോളം തന്നെ ആത്മീയ മൃതാവസ്ഥ മറുവശത്തുണ്ട്. ഒരു വശത്ത് സാമ്പത്തികപരമായും ബുദ്ധിപരവുമായുള്ള വലിയ നേട്ടത്തിൻ്റെ കുതിപ്പ് നാം ആ രാഷ്ട്രത്തിൽ കാണുന്നുണ്ട്. അത് ഇസ്രായേലിൻ്റെ സാംസ്കാരിക ഉയർച്ചയെ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അതെന്തൊക്കെയായാലും മറുവശത്ത് യാതൊരു ആത്മീയ ചൈതന്യവും ഇല്ലാത്തൊരു രാഷ്ട്രമാണതിന്ന്. ഇത് അസ്ഥികളുടെ 2-ാമത്തെ ഘട്ടത്തിൻ്റെ പ്രതീകമാണ്. ശരീരങ്ങൾ പക്ഷേ ജീവനില്ലാത്തത്. ഇന്ന് ഇസ്രായേൽ എത്തി നിൽക്കുന്നത് അവിടെയാണ്. ഇനി 15 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യെഹെസ്കേൽ 2 കോലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഈ 2 കോലുകൾ വടക്കേ രാജ്യമായ ഇസ്രായേലിനെയും തെക്കേ രാജ്യമായ യഹൂദയെയും സൂചിപ്പിക്കുന്നു. കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവ രണ്ടും ഒന്നായിത്തീരുന്നതാണ്. അവ ഇനിയും 2 ജാതിയായിരിക്കുകയില്ല. അവരെ കൂട്ടിച്ചേർക്കുന്നത് യാതൊരു ലോകശക്തിയുമല്ല, പിന്നെയോ ദൈവം തന്നെയാണ്. 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും, ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. അവർ ഇനി 2 ജാതി ആയിരിക്കുകയില്ല, 2 രാജ്യമായി പിരിയുകയുമില്ല. ദൈവം അവരെ ഒരു രാഷ്ട്രമാക്കി തീർക്കുമെന്ന് പറയുന്നു. 24-ാം വാക്യത്തിൽ നാം കാണുന്നത്, എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും, അവർക്കെല്ലാവർക്കും ഒരേ ഇടയനുണ്ടാകും, അവർ എൻ്റെ വിധികളിൽ നടന്നെൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. വളരെ പ്രധാനപ്പെട്ട പല ചിന്തകൾ ഇവിടെയുണ്ട്.
ഈ ഒരേ ഇടയൻ കർത്താവായ യേശു അല്ലാതെ മറ്റാരുമല്ല. അവൻ ഭൂമിയിൽ വന്നപ്പോൾ ദാവീദിൻ്റെ വംശത്തിലാണ് ജനിച്ചത്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-2 അധ്യായങ്ങൾ ഇതൊക്കെ അതാണ് വ്യക്തമാക്കുന്നത്. ആ വംശാവലിയിൽ വന്നവനാണ് ഇടയൻ. അവൻ അവരെ ഭരിക്കും. വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഇസ്രായേലിനെ ഭരിക്കേണ്ടതിനായി ദാവീദിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നത്രേ. സംശയമുണ്ടോ? ദൈവത്തിന് പ്രയാസമുള്ള കാര്യമായിരിക്കുമെന്നായിരിക്കും ചിന്തിക്കുന്നത്. ഒന്നുകിൽ സഹസ്രാബ്ദത്തിൽ, അല്ലെങ്കിൽ അതേ തുടർന്നുള്ള നിത്യരാജ്യത്തിൽ ദൈവം അത് ചെയ്യും. ചില വേദപണ്ഡിതർ അവൻ സഹസ്രാബ്ദത്തിൽ വാഴുമെന്നും അവൻ നിത്യരാജ്യത്തിൽ വാഴുമെന്നും പറയുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് രണ്ടിലും അവൻ രാജാവായിരിക്കുമെന്നത്രേ. അതെ, ദാവീദ് ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ റീജൻ്റായി അന്ന് ഭരണം നടത്തും. 28-ാം വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിലിരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും. ഇക്കാര്യവും ഇതുവരെയും സംഭവിച്ചിട്ടില്ല, എന്നാൽ അത് സംഭവിക്കുവാൻ പോകുന്നു. എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിലിരിക്കുമ്പോൾ. ഈ ഭൂമിയിൽ ഒരു സഹസ്രാബ്ദ ദേവാലയവും ഒരു നിത്യദേവാലയവും ഉണ്ടായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഒരു ആലയം ഉണ്ടായിരിക്കുന്നതിനെക്കുറിച്ചല്ല, അവിടെ പരാമർശിക്കുന്നത് പുതിയ യെരുശലേമിനെ കുറിച്ചാണ്. അവിടെ ആയിരിക്കും സഭയുടെ ആസ്ഥാനം. അത് ഈ ഭൂമിയിലായിരിക്കില്ല. ഇസ്രായേൽ മക്കളുടെ സദാകാലത്തേക്കുമുള്ള ഗ്രഹം ഈ ഭൂമിയിലായിരിക്കും. ദൈവത്തിൻ്റെ ആലയം അവരുടെ മധ്യേയുമായിരിക്കും. യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം യെഹെസ്കേലിൻ്റെ വിഷയം ഇസ്രായേലാണ്. പ്രത്യേകാൽ 37 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ. നിശ്ചയമായും ഇതിൻ്റെ പ്രായോഗിക വശം നമ്മുടെ വ്യക്തിജീവിതങ്ങളോട് ബന്ധപ്പെടുത്താൻ കഴിയും. എന്നാൽ ഇന്ന് താങ്കളും ഞാനും ജീവിക്കുന്ന ഈ ലോകം ഒരു മരണത്താഴ്വരയല്ലേ? ആത്മീയമായി മരിച്ച അവസ്ഥ. നന്മ ചെയ്യുവാൻ യാതൊരു കഴിവുമില്ലാത്ത മനുഷ്യർ, നന്മ ചെയ്യുമ്പോൾ പോലും സ്വാർത്ഥ ലക്ഷ്യങ്ങളോട് മാത്രം ചെയ്യുന്ന മരിച്ച മനുഷ്യർ. ഇവിടെയാണ് ജീവൻ്റെ ദാതാവിനെ അറിയേണ്ടത്. ബൈബിൾ പറയുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. അതെ, ദൈവപുത്രനായ ക്രിസ്തു ഉള്ളവന് ജീവനുണ്ട്. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അനുസരിക്കുവാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ്. അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും ഉണങ്ങിയ അസ്ഥിക്കഷ്ണങ്ങളിൽ ഞരമ്പും മാംസവും ത്വക്കും പൊതിഞ്ഞ് ജീവൻ നൽകി ഒരു സൈന്യമാക്കി മാറ്റുവാൻ ദൈവത്തിന് തൻ്റെ വചനവും അവിടുത്തെ ആത്മാവും മതി എന്നുള്ള തിരിച്ചറിവാണ് ഒരു ദൈവത്തിൻ്റെ പ്രവാചകനെ ശക്തനാക്കി മാറ്റുന്നത്. മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി ജീവശ്വാസം നൽകിയവനാണ് മനുഷ്യൻ എന്നുള്ള ചരിത്രം നാം പലപ്പോഴും മറന്നുപോകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം കാണുന്നത്, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്നാകുന്നു. അതെ, അവിടുന്ന് പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന ശബ്ദം നമ്മിൽ പുതിയ ജീവൻ പകരട്ടെ.